പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, എൻ്റെ പേര് അലി പടിഞ്ഞാറച്ചാലിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്, മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഞാനിപ്പോൾ ഈ വോയിസിൽ വരാനുണ്ടായ കാരണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ 10 വർഷക്കാലമായി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതും അതുപോലെ തന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്നതും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. ആ കാലമത്രയും നിരവധിയായ അപാകതകൾ ഈ ഭരണസമിതികളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നെല്ലിക്കുഴി പഞ്ചായത്തിൽ 2020-25 കാലഘട്ടത്തിലെ ഭരണസമിതിയെ കുറിച്ചാണ് ഏറ്റവും അധികം അഴിമതി കഥകൾ പുറത്തു വന്നത്. അതൊരു പരിധിവരെ 100% ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന പാർട്ടിയുടെ അന്വേഷണവും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന നേതാവിനെ ഉൾപ്പെടെ താക്കീത് ചെയ്ത നടപടി ഉൾപ്പെടെ പുറത്തു വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ 2020-25 കാലഘട്ടത്തിൽ നിരവധിയായ പഞ്ചായത്ത് സെക്രട്ടറിമാർ നെല്ലിക്കുഴി പഞ്ചായത്തിൽ വന്നു പോയിട്ടുണ്ട്, ജോലി ചെയ്തു പോയിട്ടുണ്ട്. അതിൽ വളരെ ചുരുങ്ങിയ സെക്രട്ടറിമാർ മാത്രമാണ് വലിയ കറപ്ഷൻ ഇല്ലാതെ ഇവിടെ നടക്കുന്ന കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാതെ കടന്നു പോയിട്ടുള്ളത്. അതിൻ്റെ അകത്തൊരു മര്യാദക്കാരനായിട്ടുള്ള സെക്രട്ടറിനെ എടുത്തു പറയാൻ കഴിയുന്നത് ഒരു മുൻ CPM-ന്റെ MLA-യുടെ ഒരു മകൻ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം വളരെ മാന്യമായ, അദ്ദേഹം ഇരുന്ന ആ ഒരു ടൈമിൽ കൃത്യമായ ഡ്യൂട്ടി നിർവഹിച്ച് വലിയ കൊള്ളകൾക്കൊന്നും കൂട്ടി നിൽക്കാതെ അദ്ദേഹം ഇവിടെ നിന്ന് കടന്നുപോയി. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ UDF-ന്റെ ഭരണസമിതി ഇവിടെ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 7 മാസം പിന്നിട്ടിരിക്കുക. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ കറപ്ഷൻ നേരിട്ട ഒരു സെക്രട്ടറിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അസീസ്. ആ സെക്രട്ടറിക്കെതിരെ ഒടുവിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങൾ പഞ്ചായത്തിന്റെ മുമ്പിൽ പ്രതിഷേധവുമായി എത്തുമ്പോൾ അദ്ദേഹം ഡയാലിസിസ് സെന്ററിന്റെ കെട്ടിടത്തിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പണം വാങ്ങിയത് ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ മുദ്രാവാക്യം വിളിക്കുകയും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ, അദ്ദേഹം ചെയ്തു കൂട്ടിയ ചെയ്തികൾക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു കൂട്ടിയ പ്രവർത്തികൾക്കെതിരെ പേരെടുത്തു പറഞ്ഞ് തന്നെ മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ആളുകൾ തന്നെ ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ അന്ന് ആ കറപ്ഷൻ കൃത്യമായി മനസ്സിലാക്കുകയും പുതിയ ഭരണസമിതി വന്നതിന് ശേഷം, പഞ്ചായത്തിന്റെ മുൻ ഭരണസമിതി, പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ എർത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവര് വിജിലൻസിന്റെ ഓഫീസിലേക്ക് അവരുടെ വകുപ്പിൽ നിന്നും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ വിജിലൻസ് വന്ന് റെയ്ഡ് നടത്തുകയുണ്ടായി. ആ റെയ്ഡ് നടത്തിയപ്പോൾ ഒരു 4-ആം മാസമാണ്, ഒരു 3 മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ആ 3 മാസം മുമ്പ് അങ്ങനെ റെയ്ഡ് നടക്കുമ്പോൾ കൃത്യമായി ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലേക്കും അവിടെയുള്ള മറ്റൊരു സ്റ്റാഫിന്റെ അക്കൗണ്ടുകളിലേക്കും ഗൂഗിൾ പേ വഴി മണ്ണ് കച്ചവടക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും പണം സ്വീകരിച്ചതായിട്ട് കണ്ടെത്തി. അതിനെതിരെ ഞാൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഇങ്ങനെ ഒരു അന്വേഷണം നേരിട്ട ഉദ്യോഗസ്ഥനെ ഇതിന്റെ അകത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തി ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നുള്ള അർത്ഥം വെച്ചുകൊണ്ടുള്ള കമ്മിറ്റി തീരുമാനങ്ങൾ ഉൾപ്പെടെ എടുത്ത് സർക്കാരിലേക്ക് അയക്കാൻ, എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും പഞ്ചായത്ത് ഡയറക്ടർക്കും ഉൾപ്പെടെ അയക്കാൻ തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. നാളെ ഇതുവരെ അതിനൊരു നടപടി എടുക്കാൻ
ഇപ്പൊ ഭരിക്കുന്ന UDF-ന്റെ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഒരു കെട്ടിടത്തിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹവും ഭരണസമിതിയിൽപ്പെട്ട ഒരു നേതാവും 1.5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും 50,000 രൂപ, 30,000 പിന്നെ ഒരു 20,000 ആയി കൈപ്പറ്റിക്കൊണ്ട് 50 രൂപ കൈപ്പറ്റി ബാക്കി പെർമിറ്റ് ക്ലിയർ ചെയ്ത് തരണമെങ്കിൽ 1 ലക്ഷം രൂപ കൂടി തരണം എന്നുള്ള രീതിയിൽ ചോദിക്കുകയും അത് വലിയ വിവാദത്തിൽ വരികയും ഇതേ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രൂപ്പിൽ പോയി ഈ വിവാദം പുറത്തു വന്ന ഉടനെ തന്നെ ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടി പൈസ പിരിക്കാൻ, എനിക്ക് വേണ്ടി പണം ചോദിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയ സാഹചര്യം വരെയും നമുക്കറിയാം. അപ്പൊ ഇത്തരക്കാരനായിട്ടുള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെയും ചുമന്നുകൊണ്ട് ഇങ്ങനെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് റെസൊല്യൂഷൻ പാസ്സാക്കിയ ആളുകൾ തന്നെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് വണ്ടിയിൽ ഡീസൽ അടിച്ച് തിരുവനന്തപുരം പോയി വീണ്ടും ഈ പറയുന്ന ചട്ടലംഘനങ്ങൾ നടത്താൻ കൂട്ടുനിൽക്കുന്ന തരത്തിൽ ഭരണസമിതിയിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിന് കൂട്ടുനിൽക്കുകയും അതിൻ്റെ അകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഈ സെക്രട്ടറിയെ ചുമന്നുകൊണ്ട് നടന്ന് വീണ്ടും കൃത്യവിലോപം നടത്തി ചട്ടലംഘനങ്ങൾ നടത്തി ഇവിടെ മുൻ ഭരണസമിതി എത്തരത്തിലാണോ പ്രവർത്തിച്ചത് അതിൽ അല്ലെങ്കിൽ ഒരു പടി കൂടി മുന്നിൽ കടന്ന് അഴിമതി നടത്താനും ധൂർത്ത് നടത്താനും മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് എനിക്കിപ്പോൾ ഈ വോയിസുമായി രംഗത്ത് വരാൻ കാരണമായത്. ഇത് ഒരിക്കലും വച്ച് പുറപ്പിക്കാൻ കഴിയില്ല. ഇവിടെ കൊള്ളയും അഴിമതിയും അക്രമരാഷ്ട്രീയവും എതിർത്ത് തന്നെയാണ് ജനങ്ങൾ CPM-ന്റെ ആളുകളിൽപ്പെട്ട ആളുകൾ തന്നെ ഉൾപ്പെടെ വോട്ട് ചെയ്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ അധികാരത്തിൽ എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ആളുകൾ വെറുപ്പും വിദ്വേഷവും വച്ചുകൊണ്ട് തന്നെ CPM-ന്റെ പാർട്ടി മെമ്പർമാരും ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകൾ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോ അങ്ങനെ ഒരു കറപ്ഷൻ കൃത്യമായി തെളിവുകൾ സഹിതം അദ്ദേഹത്തിന്റെ കറപ്ഷനുകൾ ചൂണ്ടിക്കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഉടങ്കുഴിയിലുള്ള പ്ലൈവുഡ് കമ്പനികളിലേക്ക് അനധികൃതമായി ഇല്ലാത്ത വഴി ഉണ്ടെന്ന് കാണിച്ച് ആസ്തി രജിസ്റ്റർ തിരുത്തി കൊടുത്തതിന് അവിടെ നിന്ന് കൈക്കൂലി വാങ്ങിച്ചതും പ്രസിഡന്റ് ഉൾപ്പെടെ ഡയാലിസ് സെന്ററിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചതും മറ്റ് പ്രമുഖ ഒരു സ്ഥാപനത്തിൽ നിന്നും അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കറപ്ഷനുകൾ ചൂണ്ടിക്കാട്ടി നോട്ടീസ് അയച്ച് അവിടെ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതും ഒടുവിലായി ഒരു പെർമിറ്റിന് വേണ്ടി 1.5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും 50,000 വാങ്ങുകയും ചെയ്ത സാഹചര്യങ്ങളെല്ലാം ഈ ഭരണസമിതിയിലുള്ള ആളുകൾക്ക് അറിയാമെന്നിരിക്കെ ഇത്തരം ഒരാളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭരണസമിതി അംഗങ്ങളോട് അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ചീഞ്ഞവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തരം കറപ്ഷനുകൾ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം 2010 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടം UDF-ന്റെ ഭരണം അധികാരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. ആ കാലത്തും ഭരണപക്ഷത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഭരണപക്ഷത്തുണ്ടാകുന്ന അപാകതകൾ ചൂണ്ടിക്കാണിച്ച് അന്നും രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം 10 വർഷക്കാലം പ്രതിപക്ഷം ഇരുന്നപ്പോഴും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരെ, കൊള്ളക്കെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നു പോരുന്ന ഈ അഴിമതിയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. നാളെയും ഇത് തുടരും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.